രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തിര വരിക. ഈ രണ്ട് തിരയും കൂടെ കൂട്ടിയിടിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15 മീറ്ററിൻ്റെ ഉയരത്തിലാണ് തിര വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു തിര വന്നെൻ്റെ ബോട്ടിനെ ഇടിച്ച് ബോട്ട് ഇങ്ങനെ മറിഞ്ഞു. അതിൽ നിന്ന് ഞാൻ സ്ലിപ്പായി അണ്ടർ വാട്ടർ ഇങ്ങനെ പ്രസ്സായിരിക്കുമായിരുന്നു. എൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഒരു സ്റ്റീൽ വയറിൽ ഉടക്കിയായിരുന്നു. അപ്പം അത് സ്ട്രാപ്പ് ബ്രേക്കായിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ വീഴുന്നത് ഒരു അലൂമിനിയം പോളിലോട്ടാണ് ഇങ്ങനെ നടുവടിച്ച്. എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയപ്പോൾ കാലിനൊട്ടും ബലമില്ലായിരുന്നു. ഐ വാസ് ഫോളിങ്. Did you ever cry? 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഒരു സ്ട്രെച്ചറിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് തന്നെ ഒരു ഐലൻഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. 1999 മാഗസിൻ വായിച്ചൊരു ഡ്രീം വന്നത് ഇപ്പം ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് ട്രൂ. ഞാനൊരു പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി, ആരും അറിഞ്ഞില്ല. ഈവൻ ഇഫ് യു ക്രാഷ് 7 സെക്കൻഡ് എടുക്കത്തുള്ളൂ. യു വിൽ നോട്ട് ഈവൻ കം ടു നോ യു ആർ ഡെഡ്. ഐ വിൽ ടെൽ യു വൺ, ഇഫ് ഹി ക്യാൻ ഡു ഇറ്റ്, വൈ ഷുഡ് ഐ? ജീവിതത്തിൽ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മളോട് സംസാരിക്കുന്ന അതിഥിയും അങ്ങനെ അസാധാരണമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി വന്നു എന്നുള്ളതാണ്. അത് ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. രണ്ടാമത്തെ ഏഷ്യാക്കാരനാണ് അദ്ദേഹം. എഴുതപ്പെട്ട ചരിത്രത്തിൽ ലോകത്തിൽ തന്നെ അത് ചെയ്തിട്ടുള്ള 100-ൽ താഴെ ഏകദേശം 80ഓളം ആളുകളെ ഉള്ളൂ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, കമാൻഡർ അഭിലാഷ് ടോമി. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. നമുക്കൊരു പ്രോബ്ലി ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാൻ തോന്നുന്നു. ഒരു 80s-ലും 90s-ലും ഒക്കെ വളർന്ന ഒരാളാണ് അഭിലാഷ്. അന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരു സക്സസ് ഫോർമുല എന്ന് പറയുന്നത് ദർ ആർ 2 ചോയ്സസ്. എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ മെഡിസിൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ആസ് ഫാർ ആസ് ഐ നോ യു ആർ എലിജിബിൾ ഫോർ ബോത്ത് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ. ബട്ട് സ്റ്റിൽ അഭിലാഷ് തിരഞ്ഞെടുത്തത് ഒരു മിലിറ്ററി സർവീസാണ്, നേവൽ ഓഫീസർ ആവുക എന്നൊക്കെയുള്ളതാണ്. ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ദെയർ? ആ കഥ തുടങ്ങുന്നത് എനിക്ക് അതുകൊണ്ട് ഒരു 7 വയസ്സുണ്ടായിരുന്നപ്പോഴാണ്. സോ 2 or 3 ഇൻസിഡൻറ്റ്സ് ഹാപ്പൻഡ്. ഒന്ന്, 6 ആർമി ഓഫീസേഴ്സ് തൃഷ്ണ എന്ന് പറഞ്ഞൊരു ബോട്ട് എടുത്ത് ലോകം ചുറ്റിക്കറങ്ങി വന്ന്. ഇത് ദൂരദർശനിലൊരു വലിയൊരു ഡോക്യുമെൻ്ററി ആയി അവർ കാണിച്ചായിരുന്നു. അപ്പം ഇത് കണ്ടപ്പം എനിക്ക് ഈ പിന്നെ കടലും ബോട്ടും അതിലോട്ടൊരു ചെറിയൊരു അടുപ്പം തോന്നി. പിന്നെ എൻ്റെ അച്ഛൻ എന്നെ ഒരു നേവൽ പാർട്ടിക്ക് കൊണ്ടുപോയി. ഒരു സെയിലിംഗ് ക്ലബ്ബിലായിരുന്നു അത്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സെയിലിംഗ് ബോട്ട് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാം. ഏകദേശം ഈ സമയത്ത് അച്ഛൻ്റെ ബേസിൽ നിന്ന് ഒരു പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അദ്ദേഹം ക്രാഷിൽ മരിച്ചു. അപ്പോൾ ഈ വാർത്ത മനോരമ ന്യൂസ് പേപ്പർ വന്ന് അമ്മ എല്ലാ ദിവസം എന്നെ ന്യൂസ് പേപ്പർ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അപ്പം ഈ വാർത്ത വായിച്ച് കേൾപ്പിച്ചപ്പം എനിക്ക് മനസ്സിലൊരു ആഗ്രഹം വന്ന് എനിക്കും പൈലറ്റ് ആണെന്ന്. അപ്പോൾ അമ്മേനോട് ഒരു 10 പ്രാവശ്യം വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പ്രാവശ്യം ഉറങ്ങുമ്പം എങ്ങനെയും ഞാൻ പറക്കുക, പ്ലെയിൻ ഇല്ലെങ്കിലും ഞാൻ പറക്കുക, പ്ലെയിൻ ഉണ്ടെങ്കിലും ഞാൻ പറക്കുക, ഈ ഒരു സ്വപ്നമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ജീവിതത്തിൽ ചെയ്യുവാണെങ്കിൽ സെയിലിംഗ് ചെയ്യും, പ്ലെയിൻ പറപ്പിക്കും. പിന്നെ 12 കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് മെഡിസിൻ എഴുതി. കേരള സ്റ്റേറ്റിൽ അണ്ടർ 500 ആയിരുന്നു 2 ഇന്ത്യൻ റാങ്ക്. ഒരെണ്ണം 456, അടുത്ത് 567, അങ്ങനെ ഏതാണ്ട് റാങ്ക് ഉണ്ടായിരുന്നു. നേവിയിൽ SSBയും ക്ലിയർ ചെയ്തു. അപ്പം അച്ഛൻ പറഞ്ഞ് നിനക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് IAS എഴുതി പൊക്കോളാനായിട്ട്. അമ്മ പറഞ്ഞ് ഡോക്ടറാനായിട്ട്. പക്ഷേ എനിക്ക് പ്ലെയിൻ പറപ്പിക്കണം, ബോട്ട് ഓടിക്കണം. അതാണ് ഞാൻ നേവി ജോയിൻ ചെയ്തത്. അഭിലാഷിൻ്റെ ഒരു കുട്ടിക്കാലം ഞാൻ വായിച്ചിട്ടുള്ളത് വെച്ചിട്ട് യു മൂവ്ഡ് സിറ്റീസ് എവറി 2 years. എല്ലാ 2 വർഷം കൂടുമ്പോഴും ഒരു പറിച്ച് നടലുണ്ട്. ആൻഡ് ആസ് എ കിഡ് അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് അതൊരു എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല. ലൈക്ക് യു നീഡ് ടു അഡാപ്റ്റ് ജസ്റ്റ് നോട്ട് വിത്ത് ദ സിറ്റി, പക്ഷേ കൾച്ചറലി, ലിംഗ്വിസ്റ്റിക്കലി പുതിയ ആളുകൾ. അപ്പം ഇത് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് തന്നെ ഞാൻ ഇത് ചെയ്യാണ്. ഇല്ല, തിങ് ഈസ് ഞാൻ അച്ഛൻ നേവിയിലായത് കാരണം ഞാൻ ഒരു സ്കൂളിൽ നിന്ന് മറ്റേ സ്കൂളിൽ പോയാൽ ദ കൈൻഡ് ഓഫ് പീപ്പിൾ യു മീറ്റ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം കൈൻഡ് ഓഫ് പീപ്പിൾ. എന്നുവെച്ചാൽ ഒരു നല്ലൊരു മിക്സാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും UP എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. പഠിച്ചെല്ലാം കേന്ദ്ര വിദ്യാലയയിലാണ്. പിന്നെ നമ്മൾ താമസിക്കുന്നതും നേവിയുടെ ഏരിയക്കകത്താണ്. അപ്പം യു അഗെയിൻ ഹാവ് ദ സെയിം മിക്സ്. പിന്നെ സെയിം ഒരു സെറ്റപ്പ് കാണും. സ്വിമ്മിംഗ് പൂൾ കാണും, അല്ലെങ്കിൽ ക്ലബ്ബ് കാണും, സെയിലിംഗ് ക്ലബ്ബ് കാണും,
ലൈബ്രറീസ് കാണും. മോറലെസ് ഈ സെറ്റപ്പ് സെയിം. അത് കാരണം അത്രയും വലിയൊരു ഷോക്കല്ലായിരുന്നു ഈ മാറ്റം. ഈ ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കില്ലേ ലൈഫിൽ? ഐ മീൻ എവിടെയും കോൺസ്റ്റന്റ് ഫ്രണ്ട്സ് ഇല്ല. അത് ശരിയാണ്. ഞാൻ എന്ന് വെച്ചാൽ ഇത് ഞാൻ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരു 10 കൊല്ലം ഒരേ സെറ്റ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിച്ച് വളരുക, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. പക്ഷേ എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് നേവി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം 3 കൊല്ലം നമ്മൾ 25 കേഡറ്റ്സ് എല്ലാ പണിഷ്മെൻറ്റും ഒരുമിച്ച് സഹിക്കണം, എല്ലാം ഒരുമിച്ച് ചെയ്ത് ആ ഒരു ബോണ്ട് ഇപ്പോൾ ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ടും മാറിയിട്ടില്ല. പക്ഷേ സ്കൂളിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ വന്നത് 2 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിറ്റാച്ച്മെൻറ്റ് കൈൻഡ് ഓഫ് ഈ വർഷങ്ങൾക്ക് ശേഷം സോളോ സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കണക്ഷൻസ് ഒന്നും ഇല്ല അങ്ങനത്തെ? ഇല്ലില്ല, അങ്ങനത്തെ എൻ്റെ സ്ട്രെങ്ത്ത് വരുന്നത് ഞാൻ ചെറുപ്പത്തിൽ കുറേ ഈ ഫിലോസഫീസ് വായിക്കുമായിരുന്നു. അപ്പോൾ അത് വായിച്ചാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത് വരുന്നത്. പിന്നെ അമ്മയും അച്ഛനും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തില്ല, അവരെ എൻകറേജ് ചെയ്തിട്ടുള്ളൂ വായിക്കാനായിട്ട്. നമുക്ക് കടലിലേക്ക് വരാം. അപ്പം കടലെല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ഐ മീൻ നമ്മൾ ജനിച്ച് വളരുന്ന എല്ലാ കുട്ടികൾക്കും കടലൊരു അത്ഭുതമാണ്. പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും അതൊരു ലിഷർ അല്ലെങ്കിൽ ഒരു വിനോദം എന്നുള്ളതാണ്. ഒരു കടൽ തീരത്ത് പോകുന്നു, ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, തിരയിൽ ഇറങ്ങി കാല് നനയ്ക്കുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെ ബിയോണ്ട് ദാറ്റ്, ഇപ്പം നേരത്തെ പറഞ്ഞൊരു കൃഷ്ണനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി, അങ്ങനെ കടൽ എപ്പോഴാണ് ഒരു ഫാസിനേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് യുവർ ലൈഫ്? എപ്പോഴാണ് അതൊരു പേഴ്സണൽ സംഭവമായി മാറുന്നത്? ഇത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം തൃഷ്ണയുടെ എക്സ്പെഡീഷൻ കണ്ട്, പിന്നെ സെയിലിംഗ് ക്ലബ്ബിൽ വെച്ച് ബോട്ട് കണ്ട്, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നേവിയുടെ ലൈബ്രറിയിൽ നിന്ന് സാധാരണ പുസ്തകം വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ബുക്സ് വർ അബൌട്ട് സം സോർട്ട് ഓഫ് അഡ്വെഞ്ചർ, ആൻഡ് ദാറ്റ് ടു സീ അഡ്വെഞ്ചർ. അപ്പോൾ ഈ ട്രഷർ ഐലൻഡ്, 2 years ബിഫോർ ദ മാസ്റ്റ്, അല്ലെങ്കിൽ സംതിങ് അബൌട്ട് ബീങ് ലോസ്റ്റ് അറ്റ് സീ, അങ്ങനത്തെ കുറേ അഡ്വെഞ്ചർ വായിച്ച് ഞാൻ 7ാം ക്ലാസ്സിലായപ്പോൾ അമ്മേനോട് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ പോകുന്നത്. അപ്പം ഞാൻ വായിക്കുന്ന പുസ്തകത്തിലെല്ലാം ഈ ഹീറോ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് ഒരു ഷിപ്പിലോട്ട് കയറുക. വീട്ടിൽ നിന്ന് ഓടിപ്പോയാലാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഒരു 3 കൊല്ലം വെയിറ്റ് ചെയ്യും, 10ാം ക്ലാസ് കഴിയുമ്പോൾ നിനക്ക് നേവി സെയിലറായിട്ട് ജോയിൻ ചെയ്യാം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് നീ 2 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യും, നിനക്ക് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ അമ്മ കുറച്ച് ഡിലേ ചെയ്തായിരുന്നു. പക്ഷേ 7ാം ക്ലാസ്സിൽ അച്ഛനൊരു മിസൈൽ ബേസിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് മിസൈൽ വരുമ്പം അത് തെർമോക്കോൾ പാക്കിങ്ങിലാണ് വരുന്നത്. നല്ലൊരു നീളമുള്ള തെർമോക്കോൾ ബോക്സ് അവരെടുത്ത് കടലിലോട്ട് കളയും. ആ സമയത്ത് ഈ എൻവയൺമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇത് കരയ്ക്കെടുക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും ബീച്ചിൽ പോയിട്ട് ഇതേ കയറി ഒരു വലിയ വടി വെച്ച് അങ്ങ് കടലിലോട്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മ എന്നെ കണ്ട് തിരിച്ച് മറ്റേ ഫെൻസിങ് ക്രോസ് ചെയ്ത് അകത്തോട്ട് വന്നപ്പം അമ്മ ചോദിച്ചാൽ നീ ആയിരുന്നു? ഞാൻ പറഞ്ഞു ഞാനായിരുന്നെന്ന്. ഷീ ജസ്റ്റ് സെഡ് ബി കെയർഫുൾ. പക്ഷേ അപ്പം തൊട്ട് ഇങ്ങനത്തെ ഒരു കടലിലോട്ട് സെയിലിംഗ് എക്സ്പീരിയൻസ് ആക്ച്വലി യെസ്, അപ്പം തൊട്ട് കടലിലോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹമാണ് ഡെഫിനറ്റ്ലി നേവൽ അക്കാഡമിയിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ആസ് ഫാർ ആസ് ഐ നോ, നേവൽ അക്കാഡമി അല്ലെങ്കിൽ ഡിഫൻസ് അക്കാഡമി, ഇവിടുത്തെയൊക്കെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ടു ബ്രേക്ക് യു, മേക്ക് യു, എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇറ്റ് വാസ് വെരി ടഫ്. സോ അതിനെക്കുറിച്ച് ഒന്ന് പറയാം. എങ്ങനെയാണ് പ്രോബ്ലി ദാറ്റ് ഫോർമേഷൻ വുഡ് ഹാവ് ഹെൽപ്ഡ് യു എ ലോട്ട് in your path forward, അല്ലേ? It really helped me in one way. It teaches you that there is no limit to what you can take. Okay. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് നാളെ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. ഇന്ന് സ്റ്റഡി പീരീഡിന് സെറ്റിൽ ആകാനായിട്ടാണ് 2 മിനിറ്റ് ലേറ്റ് ആയത് കാരണം ഡിന്നർ കഴിഞ്ഞിട്ട് ഈ ഡോമിറ്ററിയുടെ സീനിയർ എല്ലാവരെയും കോറിഡോറിൽ വിളിച്ചിട്ട് റോളിംഗ് തുടങ്ങി. റോളിംഗ് എന്ന് വെച്ചാൽ അത്രയും ഡിഫിക്കൽട്ട് ഒരു കാര്യമല്ല. പക്ഷേ റോൾ ചെയ്ത് കോറിഡോറിൻ്റെ അപ്പുറത്തെ അറ്റത്തെത്തുമ്പോൾ ഒരു ജഗ് വെള്ളം കുടിക്കണം, എന്നിട്ട് റോൾ ചെയ്ത് ഇവിടെ വരണം, എന്നിട്ട് ഇവിടുന്ന് പിന്നെ ഒരു ജഗം വെള്ളം കുടിച്ചിട്ട് പിന്നെ അവിടോട്ട് പോകണം, അപ്പുറത്തോട്ട് റോൾ ചെയ്യണം. 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഛർദ്ദിക്കും, പിന്നെ അതിൻ്റെ പുറത്തോട്ട് റോൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് രാവിലെ ഏതാണ്ട് 4 മണി വരെ ചെയ്യിച്ച് അത് കഴിഞ്ഞിട്ടാണ് പോയി യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയത്. അപ്പം ദിസ് ഈസ് ജസ്റ്റ് 1 day ഔട്ട് ഓഫ് 3 years. അക്കാഡമി ഡിന്നർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതൊരു 7 course മീലാണ്, ബാൻഡുണ്ട്, എല്ലാവരും ഈ ഡിന്നർ ജാക്കറ്റ്, ബോട്ടായി അതെല്ലാം ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കോക്ടെയിൽസ് ഉണ്ട്. കോക്ടെയിൽസ് കമാൻഡിങ് ഓഫീസറായിട്ട് സംസാരിച്ചില്ലെന്നും പറഞ്ഞിട്ട് അടുത്ത 3 ദിവസം ഞങ്ങൾ 2 മണിക്ക് പരേഡ് ഗ്രൗണ്ടിൽ വിളിക്കുമായിരുന്നു. എന്നിട്ട് ഈ ക്രോളിങ് തുണിയെല്ലാം ഊരിയിട്ട് ഒരു പാൻറ്റ് മാത്രം ഇട്ടിട്ട് എല്ലാവരുടെയും പുറം ഇങ്ങനെ പൊട്ടി ചോര രക്തം വരും. അതിനകത്ത് ഈ ചെറിയ ഗ്രേവലില്ലേ അതെല്ലാം പോയി കുത്തി അകത്ത് പോയി ലോഡ്ജായി.
അടുത്ത ദിവസം എല്ലാവരെയും ആശുപത്രിയിൽ കൊണ്ടുപോയി, റോഡിൽ ക്രോൾ ചെയ്തുകൊണ്ട്. ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്ക് ഷട്ടെല്ലാം കയറി അവിടുന്ന് രക്തം വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ്. ഇത് ഫൈനൽ ഇയറിലാണ്. ഇത് സിക്സ് ടേമിൽ ആരും പണിഷ് ചെയ്യത്തില്ല സാധാരണ. ഓക്കെ, ഓൾറൈറ്റ്. സോ നേവൽ അക്കാഡമി ട്രെയിനിങ് കഴിഞ്ഞിട്ട് അഭിലാഷ് ചൂസ് ചെയ്യുന്നത് ടു ബിക്കം എ നേവൽ ഏവിയേറ്റർ ആണ് അല്ലേ? യെസ്, നേവൽ അക്കാഡമി ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഷിപ്പിൽ ട്രെയിനിങ് ഉണ്ട്. അതിന് ഇവിടെ ഞാൻ കൊച്ചിയിൽ കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഷിപ്പിൽ ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിശാഖപട്ടണത്ത് ഐനസ് രാജ്പൂത്ത്, ഒരു റഷ്യയിൽ നിന്ന് വന്ന ഡിസ്ട്രോയർ ആയിരുന്നു. അതിൽ 6 മാസം മിഡ്ഷിപ്പനായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊരു 14 മാസത്തെ ടെക്നിക്കൽ കോഴ്സുണ്ട്. അതിനകത്ത് ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്, ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ, ഡിഫൻസ് ഡാമേജ്, ഗണ്ണറി, ആൻറ്റി സബ്മറീൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കവർ ചെയ്യുക അവർ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഏവിയേഷന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സിനെ ചോദിച്ചു. അതിന് ഞാൻ വോളണ്ടിയർ ചെയ്തു. അപ്പം നേവൽ അക്കാഡമി ബോട്ട് സെയിൽ ചെയ്ത് ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ എൻ്റെ സ്വപ്നം പൂർത്തിയാകുകയാണ്. ഓക്കെ, സോ ബേസിക്കലി യു അക്കംപ്ലിഷ്ഡ് യുവർ ഡ്രീംസ്. അതായത് സെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം നടന്നു, പറക്കണം എന്നുള്ള ആഗ്രഹം നടന്നു. ദെൻ അടുത്ത ഏത് പോയിന്റിലാണ് ആകാശത്തിന് താഴെ ഇറങ്ങി ഇനി ഒരു സഞ്ചാരിയാവാം, സോളോ സെയിലിങ്ങിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുന്നു? ഇത് ഫ്ലൈയിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നേവൽ അക്കാഡമിയിലായിരുന്നു. അപ്പോൾ എനിക്കൊരു അവിടെ ഒരു ചോഗ്ല എന്ന് പറഞ്ഞ് വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്. അവർക്ക് ഈ കുറേ ഷോറൂമും മൈനിങ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സെയിലിങ്ങിൻ്റെ ഒരു മാഗസീൻ ഗിഫ്റ്റ് ചെയ്തു ഞങ്ങൾക്ക്, സെയിലിംഗ് ടീമിന്. അതിനകത്ത് ഒരു റൗണ്ട് ദ വേൾഡ് റേസ് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ആൾക്കാർ സെയിലേഴ്സ് റേസ് ചെയ്യുക റൗണ്ട് ദ വേൾഡ്. അത് വായിച്ചപ്പോൾ എനിക്കും ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന് തോന്നി, റേസ് ചെയ്തില്ലെങ്കിലും. എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടുന്നത് 8,500 രൂപ. 8,000 രൂപ ഞാൻ സേവ് ചെയ്തിട്ട് 500 രൂപയിലായിരുന്നു ഞാൻ മന്ത് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കണക്കൂട്ടലനുസരിച്ച് എല്ലാ മാസവും 8,000 രൂപ സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 11ാമത്തെ കൊല്ലം തൊട്ട് 20,000 രൂപ സേവ് ചെയ്യുകയാണെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ ഞാൻ നേവി വിടുമ്പോൾ എൻ്റെ അടുത്ത് 1 കോടി രൂപ കാണും. 1 കോടി വെച്ച് എനിക്ക് സുഖമായിട്ട് ഒരു ബോട്ട് മേടിക്കാവുന്നത്. അപ്പോൾ അത് വെച്ചാണ് എൻ്റെ ഈ ആഗ്രഹം തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേവി ടീം ജോയിൻ ചെയ്തു. സൗത്ത് ആഫ്രിക്ക, പിന്നെ കൊളംബോ, അവിടെയൊക്കെ പോയി കുറേ റേസിങ് ചെയ്തു. ഇന്ത്യയിൽ റേസിങ് ചെയ്തു. പിന്നെ ഇവിടെ വോൾവോ ഓഷ്യൻ റേസ് വന്നപ്പം എന്നെ ഒരു യോട്ട് സർവീസസ് മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സർ CV രമൻ്റെ മകൻ, അദ്ദേഹം ഒരു ബോട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ലോഞ്ചിട്ട് കയറാൻ പോകണമെന്ന് പറഞ്ഞു പോയി. നേവി എന്നെ ഡെപ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഒമാനിൽ നിന്ന് യമൻ വരെ അദ്ദേഹത്തിനോട് സെയിൽ ചെയ്തു. പിന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്ന് നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിയപ്പം അവർ പറഞ്ഞു നേവി ഒരു ബോട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ക്യാപ്റ്റൻ, അന്ന് കമാൻഡറായിരുന്നു, കമാൻഡർ ദോണ്ടെ ലോഞ്ചിട്ട് കറങ്ങാൻ പോകുന്നുണ്ട്, ഹീ നീഡ്സ് എൻ അസിസ്റ്റൻറ്റ്. അപ്പം 1999 കണ്ട സ്വപ്നം 2009 ദേ ആർ ആസ്കിങ് ക്യാൻ യു ഹെൽപ്പ് ഹിം. ഞാൻ ഇമ്മീഡിയറ്റ്ലി യെസ് പറഞ്ഞ് ഐ ജോയിൻ ദിസ് ടീം. അതായിരുന്നു സാഗർ പരിക്രമ 1. കറക്റ്റ്. സാഗർ പരിക്രമ 1-ൽ കമാൻഡർ ദോണ്ടെ ഒറ്റയ്ക്ക് 4 നിർത്തി ലോകം ചുറ്റിക്കറങ്ങി വന്നു. ഇത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അഡ്മിറൽ മനോഹർ അവട്ടി എന്ന് പറഞ്ഞൊരു അഡ്മിറൽ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പ്രൊജക്റ്റെല്ലാം കിക്ക് സ്റ്റാർട്ട് ചെയ്തത്. സോ ഹി ആസ്ക്ഡ് മീ നോൺ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ 1999 മാഗസിൻ വായിച്ചൊരു ഡ്രീം വന്നത് ഇപ്പം ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് ട്രൂ. ആ സെൻറ്റൻസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഐ സെഡ് യെസ്. അങ്ങനെയാണ് സാഗർ പരിക്രമ 2 തുടങ്ങുന്നത്. ഓക്കെ, സോ ഞാൻ തിരിച്ച് ഏവിയേഷൻ ട്രെയിനിങ്ങിൻ്റെ ഒരു സമയത്ത് പോവാണ്. ഞാനിങ്ങനെ അഭിലാഷിനെ കുറിച്ച് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ അഭിലാഷിന് 2 നിക് നെയിംസ് ആണ് വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൽ ഒന്നിനെക്കുറിച്ചാണ് ചോദ്യം, ഫ്ലൈറ്റ് തീഫ്. എന്താണ് ഫ്ലൈറ്റ് തീഫ് എന്നറിയപ്പെടാൻ കാരണം? അലഹാബാദ് ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ആരോടും ചോദിക്കാൻ അങ്ങനെയല്ല, ബട്ട് ആക്ച്വലി ഇറ്റ് ടേൺഡ് ഔട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ദാറ്റ്. ഞാനൊരു പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി, ആരും അറിഞ്ഞില്ല. ഞാൻ പോയി ഒരു 1.5 മണിക്കൂർ സെക്ടറി ഫ്ലൈ ചെയ്തു, കുറേ എയറോബാറ്റിക്സ് ഒക്കെ ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ സെക്ടറി സോളോ ആയിട്ട് പോകുന്നത്. തിരിച്ചു വന്നപ്പം RTയിലൊരു കോൾ വന്ന്, കൺഫേം 911. ഞാൻ പറഞ്ഞു FM. എൻ്റെ കോൾ സൈൻ 911 ആയിരുന്നു. കൺഫേം സോളോ, ഐ സെഡ് FM. Confirm name, I said Sub Lieutenant so and so. So he said, okay, you keep doing circuits. Circuits എന്ന് വെച്ചാൽ you keep flying around the runway. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു സേഫ്റ്റി പൈലറ്റ് ക്ലോസ് ആയി. ഒരാൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് വൺ ഇൻസ്ട്രക്ടർ വാസ് അപ്പ് ഇൻ ദി എയർ. പിന്നെ ഒരു അപ്രോച്ച് കൺട്രോൾ പൈലറ്റ് ഉണ്ട്. ഇവരെല്ലാവരും ക്ലോസ് അപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഒരു മിസ്റ്റ് അപ്രോച്ച് അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്യാൻ പറഞ്ഞു. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ നേരെ CFID ഓഫീസ് വിളിച്ചിട്ട് സിറ്റ് ഡൗൺ, സ്റ്റാർട്ട് റോളിങ്. അപ്പോൾ ഈ സബ് ലെഫ്റ്റനൻ്റ് സ്ട്രൈപ്പ് ഇട്ട് ഞാൻ കോറിഡോറിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ ഇറ്റ്സ് കോൾ ദ ട്രെയിനിങ് റിവ്യൂ ബോർഡ്. ട്രെയിനിങ് റിവ്യൂ ബോർഡ് ഒരു പ്രാവശ്യം അണ്ടർഗോ ചെയ്താൽ യു ആർ ഔട്ട്. ഐ മീൻ ദർ ഇസ് നോ വേ യു ആർ കമ്മിങ് ബാക്ക്.
എൻ്റെ ഇൻസ്ട്രക്ടർ കോസ്റ്റ് ഗാർഡിൽ നിന്നായിരുന്നു. സോ ഈ വെൻറ്റ് ആൻഡ് സെഡ് സി ഈസ് നോട്ട് എ ഗൈ ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ആൻ ആക്ച്വൽ മിസ്റ്റേക്ക്, പ്ലീസ് ലെറ്റ് ഹിം ഗോ. അങ്ങനെ കുറേ കാല് പിടിച്ച് കരഞ്ഞ് എന്നെ പുറത്ത് പോവാതെ ജസ്റ്റ് തിരിച്ചെടുത്തു. പക്ഷേ അതിൻ്റെ ഫൈനലി പറ്റിയതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫ്ലൈങ്ങിൽ 2 അസസ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഫ്ലൈങ്ങിൻ്റെ അസസ്മെൻറ്റ്, അതൊരു കണ്ടിന്യൂസ് അസസ്മെൻറ്റ്, പിന്നെ നമ്മുടെ റിട്ടേൺ ടെസ്റ്റ്. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഞാൻ എല്ലാവരെയും ഐ വാസ് അഹെഡ് ഓഫ് എവറിബഡി. ഫ്ലൈങ്ങിൽ അവരെന്നെ പുഷ് ചെയ്ത് തേർഡാക്കി. ബട്ട് സ്റ്റിൽ താങ്ക്സ് ടു ദാറ്റ് ഇൻസ്ട്രക്ടർ. ഒരു പക്ഷേ എക്സാക്ട്ലി ആണ് ആൾ ആ ഒരു എക്സ്ട്രാ മൈൽ എടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി നമ്മൾ ഈ കോൺവെർസേഷൻ പോലും ഉണ്ടാവില്ല. കറക്റ്റ്. റൈറ്റ്. സോ ലുക്കിംഗ് ബാക്ക് അറ്റ് യുവർ ലൈഫ്, എല്ലാ സമയത്തും ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ടഫ് അൺകൺവെൻഷണൽ റോഡ് ലെസ് ട്രാവൽ ഡിസിഷൻസ് എടുത്തിട്ടുള്ള ആളാണ് അഭിലാഷ്. അത് ഈ പറയുന്ന നേവൽ അക്കാഡമി ചൂസ് ചെയ്യുന്നതിലാണെങ്കിലും അതിനുശേഷം ഏവിയേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏത് സ്ട്രീം ചൂസ് ചെയ്യണം എന്നുള്ള സ്ഥലത്താണെങ്കിലും പിന്നെ പറക്കൽ നിർത്തി സഞ്ചാരിയാവണം എന്നുള്ളതിലും ഒക്കെ. അപ്പം ഇസ് ദിസ് കറേജ് സംതിങ് ദാറ്റ് യു കൈൻഡ് ഓഫ് എന്താ പറയുക, ഇങ്ങനെ വളർന്നു വന്നപ്പോൾ കൂടെ വന്ന ഒരു സംഭവമാണോ, അതോ ചെറുപ്പം മുതൽ യു ഫെൽ ദാറ്റ് യു ആർ വയേർഡ് ഡിഫറെൻ്റ്ലി ഫ്രം അതേഴ്സ്? ചെറുപ്പത്തിൽ ഞാൻ കുറേ പുസ്തകം വായിക്കുമായിരുന്നു. സോ ആ സമയത്ത് ഈ മൊബൈലും അങ്ങനത്തെ ഷോർട്സ് യൂട്യൂബ് അതൊന്നും ഇല്ലായിരുന്നു. അപ്പം ആർ ഇമാജിനേഷൻ വാസ് ഫയർഡ് ബൈ ബുക്സ്. അതിനൊരു ബുക്ക് വായിക്കണമെങ്കിൽ തന്നെ ദാറ്റ്സ് എൻ എഫേർട്ട്. പിന്നെ ബുക്കിനകത്തുള്ള കഥ എഴുതാനും സംബഡി ഹസ് ടേക്കൺ എ ലോട്ട് ഓഫ് എഫേർട്ട്. അപ്പം ഈ ഒരു സിലി മീനിങ്ലെസ് റീൽസ് അങ്ങനത്തെ ഒരു എൻഗേജിങ് ഒന്നും ഇല്ലായിരുന്നു. വാട്ട് എവർ യു റെഡ് ഹാഡ് എ ലോട്ട് ഓഫ് ഗ്രാവിറ്റി ഇൻ ഇറ്റ് ഇഫ് യു റെഡ്. മോസ്റ്റ് ഓഫ് ദി ബുക്സ് ലൈക്ക് ഐ സെഡ് അഡ്വെഞ്ചർ ആണെങ്കിൽ ദ ഹീറോ ഹാസ് ടു ഡു സംതിങ് ടു ബ്രേക്ക് ഫ്രം ദ പാസ്റ്റ്. ഹി ഹാസ് ടു ഗെറ്റ് ഇൻ ടു എ ഷിപ്പ് ആൻഡ് ഗോ സെയിലിംഗ് ആൻഡ് ഹി ഹാസ് ടു എക്സ്പീരിയൻസ് തിങ്സ് ഹിംസെൽഫ്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് 10th ക്ലാസ്സിൽ ഞാൻ ആലുവയിൽ ഒരു ചെറിയൊരു സ്കൂളിലാണ് പഠിച്ചത്. ഇറ്റ് ഹാഡ് എ ഫെൻറ്റാസ്റ്റിക് ലൈബ്രറി. അപ്പോൾ അവിടെയാണ് ഐ സ്റ്റാർട്ടഡ് റീഡിങ് അബൌട്ട് ഗോർക്കി, ഗോർക്കിയുടെ ബുക്ക്, ചെക്കോഫ്, ടോൾസ്റ്റോയ്. പിന്നെ ദർ വാസ് ദിസ് ഗൈ കോൾഡ് അർണോൾഡ് ടോയിൻബി, സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എഴുതിയ ആൾ, നെഹ്റുയുടെ ഓട്ടോബയോഗ്രഫി. ദ തിങ് ഈസ് ഇതൊക്കെ വായിക്കുമ്പം യു ആർ എക്സ്പോസ്ഡ് ടു എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. And it tells you that, you can also do something like that. അപ്പം once I joined the Navy, ഞാൻ ചെയ്തതെല്ലാം ഇറ്റ് വാസ് എ റിവോൾട്ടീവ് ഇഫ് യു ആസ്ക് മീ, ബട്ട് നോട്ട് മീനിങ്ലെസ്. എന്നുവെച്ചാൽ ഒരു ഫൈറ്റിന് വേണ്ടി ഫോർ ദ സേക്ക് ഓഫ് ഫൈറ്റിംഗ് ഐ വാസ് നോട്ട് ഫൈറ്റിംഗ്. പറഞ്ഞ പോലെ എല്ലാം ശരിയാണ്, കുറേയൊക്കെ ഡെസിഷൻസ് എടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ദോസ് ഡെസിഷൻസ്. കാരണം വെച്ചാൽ യുവർ സീനിയേഴ്സ് വിൽ ഒപ്പോസ് യു, ദേ വിൽ ട്രൈ ടു കൗൺസിൽ യു. എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന തെറ്റ്. ഞാൻ സെയിലിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പം ഫോർ എക്സാമ്പിൾ, അപ്പം ഞാനൊരു മൾട്ടി എൻജിൻ എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ഒരു 15 കൊല്ലം കഴിയുമ്പോൾ നേവി വിടുമ്പം നിനക്ക് സുഖമായിട്ട് ഒരു എയർലൈനിൽ കയറി യു ക്യാൻ ബിക്കം എ പൈലറ്റ്, എയർലൈൻ പൈലറ്റ് ആകാം. ആ സമയത്ത് 2002-2003 അവർ പറയുന്നത് 4 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന്. സോ യു ക്യാൻ ലിവ് ലൈക്ക് എ കിങ്. ബട്ട് ഐ ഹാഡ് ഡിഫറെൻറ്റ് ഐഡിയാസ്. നമ്മൾ സെയിലിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തുകയാണ്. അപ്പം അതിലേക്ക് കയറുന്നതിന് മുമ്പ് യൂഷ്വലി വളരെ ക്ലീഷേഡ് ആയിട്ടുള്ളൊരു മോട്ടിവേഷണൽ കോട്ടാണ് നെവർ ഗീവ് അപ്പ്. പീപ്പിൾ കാഷ്വലി സേ നെവർ ഗീവ് അപ്പ്. എനിക്ക് വേറെ കുറേ കോട്ടുണ്ട്. ഓക്കെ, ഐ വിൽ ടെൽ യു വൺ. ഇഫ് ഹി ക്യാൻ ഡു ഇറ്റ്, വൈ ഷുഡ് ഐ? വൈ ഷുഡ് ഐ? അപ്പം ഈ നെവർ ഗീവ് അപ്പ് എന്ന് പറയുമ്പം ഞാനതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളൊരു കാര്യം, ആസ് എ സെയിലർ അല്ലെങ്കിൽ ഒരു സഞ്ചാരി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോൾ കാര്യങ്ങൾ തുടരണം എന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് when you should pull the plug എന്നുള്ള ഒരു ഡിസിഷനും അല്ലേ. സോ ഹൗ ഡു യു ടേക്ക് സച്ച് ടഫ് ഡിസിഷൻസ് വെൻ യു ആർ ഔട്ട് ദെയർ സെയിലിംഗ് ആൻഡ് ഓൾ, ലൈക്ക് വെദർ യു ഷുഡ് സ്റ്റോപ്പ് സംതിങ്, വെദർ യു ഷുഡ് കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്? നമ്മൾ എപ്പോഴും യു ഓൾവേസ് ക്യാരി ഔട്ട് എ റിസ്ക് അസസ്മെൻറ്റ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഇൻ ടൈം. അപ്പം നമ്മുടെ ഐഡിയ ഇസ് ടു കണ്ടിന്യൂ ആൻഡ് ഫിനിഷ് വാട്ട് എവർ യു സ്റ്റാർട്ടഡ്, ബട്ട് ദർ ആർ ടൈംസ് വെൻ യു ഹാവ് ടു സേ നോ. അപ്പം വൺ മേജർ എക്സാമ്പിൾ ഓഫ് ദിസ് ഇസ് ദ 2018 ആക്സിഡൻറ്റ് വിച്ച് ഹാപ്പൻഡ്. ആക്സിഡൻറ്റ് കഴിഞ്ഞ് എനിക്കൊരു നട്ടെല്ലാം വേനയില്ലായിരുന്നു, പക്ഷേ ഒരു അരമണിക്കൂർ മുട്ടുകുത്തി ബോട്ടെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കാലിനൊട്ടും ബലമില്ലായിരുന്നു. ഐ വാസ് ഫോളിങ്. അത് ഒന്നുകൂടെ ട്രൈ ചെയ്തു. പിന്നെ ഒരു വജ്രാസനിലിരുന്നിട്ട് ബാക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെയും ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് then I decided ഇതിനപ്പുറം എന്തെങ്കിലും ട്രൈ ചെയ്താൽ it could have a much worse solution. And that was one very difficult decision I had to take. അപ്പം I said, yeah, this is enough. പക്ഷേ അല്ലാതെ if you ask me, never give up എന്ന് പറയുമ്പോഴത്തേക്ക് it is full of negatives.
നെവർ ഇസ് എ നെഗറ്റീവ്, ഗിവ് അപ്പ് ഇസ് ഓൾസോ എ നെഗറ്റീവ്. എൻ്റെ ജീവിതത്തിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട്, ഐ മീൻ ഐ നെവർ തോട്ട് അബൌട്ട് ഗിവിങ് അപ്പ്. അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലില്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾവേസ് അബൌട്ട് ഗോയിങ് സെയിലിംഗ്. സോ ഐ ലവ് സെയിലിംഗ്. അങ്ങനെയൊരു സർക്കം നാവിഗേഷൻ പൂർത്തിയാക്കണമെന്ന് ദേ ആർ നോട്ട് മൈ എയിംസ്. മൈ എയിം ഇസ് ഐ വോണ്ട് ടു ഫൈൻഡ് അനദർ ഓപ്പർച്യൂണിറ്റി ടു ഗോ ആൻഡ് സെയിൽ. അപ്പം വലിയ ബോട്ട് കിട്ടിയില്ലെങ്കിൽ ചെറിയ ബോട്ട് കിട്ടിയില്ലെങ്കിൽ വലിയ ബോട്ട്, എങ്ങനെയും കടലിൽ പോകണം, അങ്ങനെയായിരുന്നു. ഈ സർക്കം നാവിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും സോളോ സർക്കം നാവിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു സർക്യൂട്ട് എന്താണ്? അപ്പം സോളോ സർക്കം നാവിഗേഷൻ വെച്ചാൽ നമ്മുടെ ഗ്ലോബലി അക്സെപ്റ്റഡ് റൂൾസാണ്. ഒരു പോർട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ആ പോർട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണം. എൻജിൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു ബി അലോൺ. ഒരു തരത്തിലെയും സഹായം എടുക്കാൻ പറ്റത്തില്ല. നോ കമ്മ്യൂണിക്കേഷൻ. യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്, ബട്ട് ഒരു തരത്തിലെയും സഹായം എടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ വെള്ളം തീർന്നു പോയാൽ നമുക്ക് പുറത്തുനിന്ന് വെള്ളം എടുക്കാൻ പറ്റത്തില്ല. പെൻസിൽ തീർന്നു പോയാൽ ആർക്കും പെൻസിൽ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിനി റിപ്പയർ നടത്തണമെങ്കിൽ, വല്ലയിടത്തും ബോട്ട് നിർത്തണമെങ്കിൽ വല്ലവരും വന്ന് നമ്മുടെ ബോട്ടിൻ്റെ കയർ പിടിച്ചാൽ അതും ഡിസ്ക്വാളിഫിക്കേഷനാണ്. വല്ലവരും വന്ന് ബോട്ട് ടച്ച് ചെയ്താലും ഡിസ്ക്വാളിഫിക്കേഷനാണ്. അപ്പം ഇറ്റ് ഹാസ് ടു ബി സോളോ, ഒറ്റയ്ക്കായിരിക്കണം, നോൺ സ്റ്റോപ്പ് ആയിരിക്കണം, ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി കറങ്ങണം. ഇത് ചെയ്യാനായിട്ട് ഒരു റൂട്ടേ ഉള്ളൂ. ആ റൂട്ട് ഇറ്റ് ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് 40,000 കിലോമീറ്റേഴ്സ് ലോങ്. അത് ഇക്വേറ്ററിൻ്റെ ലെങ്ത്താണ്. ഈ റൂട്ട് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇക്വേറ്റർ മാൻഡേറ്ററി 2 പ്രാവശ്യം ക്രോസ് ചെയ്യണം. അപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഓഷനിൽ നോർത്തിൽ വന്നിട്ട് ഇക്വേറ്റർ നോർത്തിലോട്ട് പോകുമ്പോൾ ക്രോസ് ചെയ്യണം, പിന്നെ സൗത്തിലോട്ട് പോകുമ്പോൾ ക്രോസ് ചെയ്യണം. പിന്നെ കേപ്പ് ഹോൺ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, കേപ്പ് ലൂയിൻ, ഈ 3 കേപ്സും റൗണ്ട് ചെയ്യണം. നമ്മൾ പനാമ കനാൽ അല്ലെങ്കിൽ സൂയസ് കനാൽ എടുത്താൽ ഓട്ടോമാറ്റിക്കലി എൻജിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് കൗണ്ടഡ് ആസ് എ, I mean, you can say I went around the world, but it's not counted as that exclusive circumnavigation. Okay. So, just out of curiosity, like, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സർക്യൂട്ട് തന്നെയാണ്. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, നമ്മുടെ ഗോൾഡൻ ഗ്ലോബ് ആക്സിഡൻറ്റ് ഞാനൊന്ന് മാറ്റി നിർത്താണ്. എനി പോയിന്റ് ഓഫ് ടൈം ഒരു മൊമെൻറ്റിൽ യു ഫെൽറ്റ് ലൈക്ക് ദിസ് ഇസ് ഇറ്റ്, ഓർ ടു പുട്ട് ഇറ്റ് വെരി ബ്ലണ്ട്ലി, ഹാവ് യു ഫേസ് ഡെത്ത്? Okay. First thing, this is it ഒരിക്കലും വന്നിട്ടില്ല. So when people ask me, I jokingly tell them, yes, it happened when I rounded Cape Horn. Because till then, you are going away, and from Cape Horn you are coming back and you don't want to come back. So, yeah. But ഈ ഡെത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഒരു 2-3 മാസം നമ്മൾ ഒറ്റയ്ക്ക് കടലിൽ, when you spend that sort of a time, your brain starts reorganizing. അപ്പം കരയിലുള്ള കുറേ ഈ ഇമാജിനറി, ഐ വിൽ കോൾ ഇറ്റ് ബൗണ്ടറീസ്, ഇമാജിനറി റൂൾസ്, റെഗുലേഷൻസ്, ദേ ഓൾ സ്റ്റോപ്പ് മാറ്ററിങ്. അതുപോലെ തന്നെ കുറേ ഈ റിലേഷൻഷിപ്സ് എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഡിസപ്പിയർ ആവും. പിന്നെ ഈ ഡെത്ത് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് തന്നെ ഇറ്റ് ജസ്റ്റ് സ്ലോലി ഡിസപ്പിയേഴ്സ് ഫ്രം യുവർ ഹെഡ്. ഗോയിങ് ഫോർ എ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഓൺ ദാറ്റ്. സോ ഈ സോളോ സർക്കം നാവിഗേഷൻ, സോളോ സെയിൽ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ അകത്ത് ആ സോളോ എന്ന് പറയുന്ന ഒരു വാക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒറ്റയ്ക്കാണ് എന്നുള്ളത്. പക്ഷെ ബിയോണ്ട് ദാറ്റ് സോളിറ്റ്യൂഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻവോൾവ്. ഫിസിക്കൽ ലേബർ ഉണ്ട്, കോൺസ്റ്റൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ജുഗാഡ്സ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ലൈക്ക് യു വിൽ ബി എൻഗേജ്ഡ് മോസ്റ്റ് ഓഫ് ദ ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിലെല്ലാത്തിലും എന്തായിരിക്കും ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാർട്ട്? അത് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ വോയേജ് യു ആർ ഇൻ. ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് ഇറ്റ്സ് എക്സ്ട്രീംലി ഹോട്ട്. അപ്പോൾ അവിടെ ഐ ഹാവ് സീൻ, എൻ്റെ ഈ കയ്യിലെ രോമമില്ലേ അത് ബ്രോൺസ് ആയിട്ട് പിന്നെ വയലറ്റ് ആവും. പിന്നെ ഈ കഴുത്തിലെ തൊലിയൊക്കെ ഇങ്ങനെ 1 ലെയർ വിൽ ജസ്റ്റ് പീൽ ഓഫ്. എൻ്റെ കാലിൽ ഇവിടുത്തെ പുറകിലത്തെ തൊലി ഡ്രൈ ആയിട്ട് ഇപ്പം കടലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് 3 കൊല്ലമായി, ഇതുവരെ അത് ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഭയങ്കര ദാഹം, അവിടെ കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ അത് കാരണം എനിക്ക് മസിൽ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ വേർട്ടിഗോ തുടങ്ങി. കാരണം വെച്ചാൽ 7ാമത്തെ മാസം കഴിക്കാനും ഒന്നുമില്ല. എവറിത്തിങ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. പിന്നെ കുറേ ഈ കുറേ ഇറച്ചി കൊണ്ടുവരുന്നു ഞാൻ. അതിൽ നിന്നെല്ലാം പുഴു ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞു. ഫൈനലി കുറച്ച് അരി, കുറച്ച് വെള്ളം, മിൽക്ക് പൗഡർ, ഇതൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഇക്വേറ്റർ. കുറച്ചുകൂടെ സൗത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് സ്റ്റോംസ്. അവിടെ അറേബ്യൻ സീയിൽ ഒരു കൊല്ലം ഒരു സൈക്ലോൺ ആയിരിക്കും വരുന്നത്. അവിടെ സൈക്ലോൺ ഫോഴ്സിൻ്റെ സിസ്റ്റംസ്
അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ അറ്റ്ലീസ്റ്റ് 2 എണ്ണം വരും. അപ്പം ആ ഒരു സൈക്ലോൺ വരുമ്പോൾ ബോട്ട് എത്ര നമ്മൾ റെഡിയാക്കി വെച്ചാലും ഉറങ്ങാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു ഫോഴ്സ് യുവർ സെൽഫ് ടു സ്ലീപ്പ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നേലും വേണമെങ്കിൽ അത് തുടങ്ങുന്നതിന് മുമ്പ് നല്ലതായിട്ട് കഴിച്ച് റെഡി ആയിരിക്കണം. ഇത് കഴിയുമ്പം നമുക്ക് ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു 100 കൂട്ടം റിപ്പയർ വർക്ക് വരുന്നത്. അത് എല്ലാ റിപ്പയറും ഡിഫറെൻ്റ് ആണ്. വാട്ട് ഡിഡ് യു മിസ് ദ മോസ്റ്റ് വെൻ യു ആർ ഔട്ട് ദെയർ? ഗ്രീൻ വെജിറ്റബിൾസ്. ആൻഡ് ഒരു ക്വസ്റ്റിനും കൂടെ ഞാൻ അതിനെ കണക്ട് ചെയ്ത് തന്നെ ചോദിക്കുകയാണ്. ഞാൻ റീസെൻ്റ്ലി സുനിത വില്യംസ് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് കണ്ട സമയത്ത് അതിൽ ഇൻ്റർവ്യൂവർ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. ഡിഡ് യു എവർ ക്രൈ? നോ. എൻ്റെ നട്ടിലൊടിഞ്ഞ് ഐ ന്യൂ ഐ വാസ് ഗോയിങ് ടു ലൂസ് മൈ ബോട്ട്. ഐ ന്യൂ ദാറ്റ് ഐ മേ നോട്ട് വാക്ക് അഗെയിൻ. ഐ ന്യൂ മൈ വൈഫ് ഇസ് pregnant. I knew that I'm going to be in a huge debt, and I thought this was the best time to cry. I tried. I ended up laughing about the situation. സോ നട്ടലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ട രണ്ടാമത്തെ നിക് നെയിം അവിടെയാണ് വരുന്നത്, ടൈറ്റാനിയം ടോമി. സോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ? ലൈക്ക് ആ ഒരു ആക്സിഡൻറ്റ്, അതിന് തൊട്ടുമുള്ള മൊമെൻറ്റ്സ്, ദ റെസ്ക്യൂ, ദ റിക്കവറി. ഞങ്ങൾ ഇന്ത്യൻ ഓഷൻ്റെ മിഡിലായിരുന്നു, എക്സാക്ട്ലി ഇൻ ദ മിഡിൽ. ഇപ്പോൾ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്യുക, ഇന്ത്യയിൽ നിന്നൊരു ലൈൻ സൗത്തിലോട്ട് ഡ്രോ ചെയ്യുക, കന്യാകുമാരിയിൽ നിന്ന്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റായിരുന്നു ഞങ്ങൾ. ആൻഡ് ഐ തിങ്ക് ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക വർ അബൌട്ട് 5,000 കിലോമീറ്റേഴ്സ്. ഇന്ത്യ വാസ് 7,000 കിലോമീറ്റേഴ്സ്. ഏറ്റവും അടുത്ത കോണ്ടിനെൻറ്റ് അന്റാർട്ടിക്ക, അതാണ്ട് 2,000 കിലോമീറ്റർ ദൂരമായിരുന്നു. അപ്പോൾ ഇവിടെ 20-ാം തീയതി ഞങ്ങളുടെ സാറ്റലൈറ്റ് ഡിവൈസ് ഒരു മെസ്സേജ് റേസ് ഡയറക്ടർ അയച്ചായിരുന്നു, ഒരു വലിയ സ്റ്റോം വരുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു സിപ്പ് അക്രോസ് സൗത്ത് ഇന്ത്യൻ ഓഷൻ. അപ്പോൾ ഈ കൊടുങ്കാറ്റ് വന്നപ്പോഴേ, കൊടുങ്കാറ്റ് വരുമ്പം ഒരു ഹുക്ക് പോലെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോർത്ത് വെസ്റ്റിൽ നിന്ന് കാറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ കുറച്ച് സൈലൻസ് കാണും. അത് കഴിഞ്ഞിട്ട് സൗത്ത് വെസ്റ്റിൽ നിന്ന് നല്ലതായിട്ട് കാറ്റ് വരും. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റിൽ നിന്ന് വരുന്ന കാറ്റ് കാരണം നോർത്ത് വെസ്റ്റിൽ നിന്ന് ഒരു വേവ്സിൻ്റെ ഒരു ട്രെയിൻ കാണും. സൗത്ത് വെസ്റ്റിൽ നിന്ന് വരുന്ന കാറ്റിന് സൗത്ത് വെസ്റ്റിൽ നിന്ന് വരും. ഈ 6 മണിക്കൂർ ബ്രേക്ക് കിട്ടുമ്പോൾ നോർത്ത് വെസ്റ്റിൻ്റെ വേവ്സ് അങ്ങ് സബ്സൈഡ് ആവും. ഈ കൊടുങ്കാറ്റ് ഇത്രയും സ്പീഡ് മൂവ് ചെയ്യുന്ന കാരണം നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ട് കാറ്റ് മാറാനായിട്ട് അതുകൊണ്ട് 15 മിനിറ്റ് എടുത്തുള്ളൂ. അപ്പം 2 സൈഡിൽ നിന്ന് ഇങ്ങനെ തിര വരിക. ഈ 2 തിരയും കൂടെ കൂട്ടിയിടിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15 മീറ്ററിൻ്റെ ഉയരത്തിലാണ്, 15-20 മീറ്റർ കണ്ടാണ് ഉയരത്തിൽ തിര വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു തിര വന്നതിൻ്റെ ബോട്ടിനെ ഇടിച്ച് ബോട്ട് ഇങ്ങനെ മറിഞ്ഞു. ബോട്ട് മറിഞ്ഞപ്പോൾ ഞാൻ പുറത്തിരിക്കുകയായിരുന്നു. ഞാൻ ചെറിയൊരു കൊടിമരമുണ്ട്, അതെല്ലാം അങ്ങ് പിടിച്ചു. ബോട്ടിൻ്റെ റെയറിലൊരു കൊടിമരമുണ്ട്, അതിൽ നിന്ന് ഞാൻ സ്ലിപ്പായി അണ്ടർ വാട്ടർ ഇങ്ങനെ പ്രസ്സായിരിക്കുമായിരുന്നു. എന്നിട്ട് സഡൻലി ബോട്ട് സ്ട്രെയിറ്റ് ആയപ്പം ഞാൻ മേടി ഒരു 8-9 മീറ്റർ ആണ്ട് മേളിൽ അവിടെ നിന്ന് ഞാൻ സ്ലൈഡ് ചെയ്ത് താഴെ വരാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. അവിടുത്തെ എന്നാ പറ്റി, അതിൻ്റെ കൈ എവിടെയും കാണാൻ മുടക്കിയിട്ടുണ്ട്. അവിടുത്തെ ചിലപ്പം ഒരു 10 ദിവസം കഴിയുമ്പോൾ സംബഡി വിൽ ഡിസ്കവർ മൈ ബോഡി ഇയർ. പിന്നെ പറ്റിയെന്നാണെന്ന് വെച്ചാൽ എൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഒരു സ്റ്റീൽ വയറിൽ ഉടക്കിയായിരുന്നു. അപ്പം അത് സ്ട്രാപ്പ് ബ്രേക്കായിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ വീഴുന്നത് ഒരു അലൂമിനിയം പോളിലോട്ടാണ്. ഇങ്ങനെ നടുവടിച്ച് അവിടുന്ന് ഡെക്കിലോട്ട് വീണ് അവിടുന്ന് തന്നെ അകത്തോട്ട് വന്ന് എല്ലാം പ്രശ്നമായി കിടക്കുമായിരുന്നു. ഡീസൽ ടാങ്കിന് ലീക്ക്, ഗ്യാസിന് ലീക്ക്, ടൂൾസും ചാർട്ട്സും എല്ലാം വെള്ളത്താണ്ടി മുട്ടുകുത്തി എല്ലാം ഓരോന്നോരോന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഡീസൽ ലീക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഗ്യാസ് ലീക്ക് അൺകൺട്രോൾഡ് ആണെങ്കിൽ അവിടെ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ്ട് ഞാൻ ഷട്ട് ചെയ്തു. പിന്നെ ഓരോന്ന് ടൂൾസ് എല്ലാം എടുത്ത് തിരിച്ച് വെക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഐ ജസ്റ്റ് ഫെൽ, കൊളാപ്സ്ഡ്. ആൻഡ് ഹൗ ഡിഡ് ദ റെസ്ക്യൂ ഹാപ്പൻ? ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് സാറ്റലൈറ്റ് ഡിവൈസ് ഉണ്ട്, അതിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു, റോൾ ഡിസ്മാസ്റ്റഡ് സിവിയർ ബാക്ക് ഇഞ്ചറി കനോട്ട് ഗെറ്റ് അപ്പ്. ഒരു സ്പേസ് ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ റെസ്ക്യൂ ആക്ടിവിറ്റീസ് തുടങ്ങി. ഞാൻ എന്നിട്ട് ക്രോൾ ചെയ്തൊരു ബങ്കിൽ പോയി കിടന്നു. എൻ്റെ പിന്നിലുണ്ടായിരുന്ന അയർലൻഡിൽ നിന്നൊരു സെയിലർ ഗ്രെഗർ മക്കക്കൻ, അദ്ദേഹത്തിൻ്റെ 2 കൊടിമരവും ഒടിഞ്ഞുപോയി. സോ ഹീ പുട്ട് എ ജുഗാഡ് മാസ്റ്റ്. അപ്പം ഹീ സ്റ്റാർട്ടഡ് കമ്മിങ് ടുവേർഡ്സ് മീ. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു ബോയിങ് ടേക്ക് ഓഫ് ചെയ്തു, ഓസ്ട്രേലിയയിൽ നിന്ന് ബോയിങ് ടേക്ക് ഓഫ് ചെയ്തു. അവർക്കൊന്ന് ഞാൻ എവിടെയാണെന്ന് നോക്കാം, അത്രേ ഉള്ളൂ. ദേ ക്യാൻ വില്ലി ലൊക്കേറ്റ് മീ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ നിന്ന് അപ്പം ഒരു സത്പുഡ എന്ന് പറഞ്ഞൊരു ഫ്രിഗേറ്റിനെ ഡിസ്പാച്ച് ചെയ്തു. ഓസ്ട്രേലിയയിൽ നിന്ന് ബെലാരിറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രിഗേറ്റിനെ ഡിസ്പാച്ച് ചെയ്തു. പിന്നെ അവിടെ ഒരു 1000 കിലോമീറ്റർ ദൂരെ ഒരു ഒസൈറസ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഫിഷറീസ് പാട്രോൾ വെസലുണ്ടായിരുന്നു, അവരെയും ഡിസ്പാച്ച് ചെയ്തു. അപ്പം ഫൈനലി ഏറ്റവും ആദ്യം അടുത്തെത്തി ഫിഷറീസ് വെസൽ. അവരെന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ
ഒരു സ്ട്രെച്ചറിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് തന്നെ ഒരു ഐലൻഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ 3 ദിവസം എനിക്ക് സമയം എത്രയെന്ന് അറിയത്തില്ല, ഭയങ്കര ഹിക്കപ്സ് ആയിരുന്നു. ഈ ഡയഫ്രം ഇറിറ്റേറ്റ് കാരണം ഹിക്കപ്സ് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ആസിഡിറ്റി, ഈ പമ്പ് ചെയ്ത് ആസിഡ്സ് എല്ലാം ഇങ്ങനെ മേളിലോട്ട് വരിക. പിന്നെ കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ വെള്ളം കുടിക്കണമെങ്കിൽ നിന്നുകൊണ്ട് കാല് വെച്ച് പമ്പ് ചെയ്താലേ വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ, നിൽക്കാൻ പറ്റത്തില്ല. കഴിക്കാനൊന്നുമില്ല, കാരണം വെച്ചാൽ അതും നിന്നിട്ട് എന്നേലും കുക്ക് ചെയ്താലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഹിക്കപ്സ് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ആദ്യത്തെ ദിവസം എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, ഞാൻ ഒന്ന് ഛർദ്ദിച്ച്. അപ്പം ഛർദ്ദിച്ചപ്പം ഹിക്കപ്സ് സ്റ്റോപ്പായി അരമണിക്കൂറിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പിന്നെ അടുത്ത പ്രാവശ്യം ഉറങ്ങാൻ തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ഛർദ്ദിച്ചിട്ട് ഹിക്കപ്സ് സ്റ്റോപ്പായപ്പോൾ അരമണിക്കൂർ അങ്ങ് ഉറങ്ങി. 3-ാമത്തെ പ്രാവശ്യം നമ്മളിങ്ങനെ ഛർദ്ദിക്കുകയാണെങ്കിൽ വയറ്റിൽ നിന്ന് രക്തവും ബയലുമാണ് വരുന്നത്. അപ്പോൾ എന്നേലും വയറ്റിനകത്തോട്ട് ഇടണം. അപ്പം 3-ാമത്തെ പ്രാവശ്യം എങ്ങനെയും ഛർദ്ദിച്ച് ഉറങ്ങി. പിന്നെ ഞാൻ ബങ്കിൽ നിന്ന് താഴോട്ട് എന്നെ ലോവർ ചെയ്തിട്ട് ക്രോൾ ചെയ്തിട്ട് അടുത്ത ബങ്കിൽ നിന്ന് ഞാൻ 6 ക്യാൻ ഐസ് ടീ പൊക്കിക്കൊണ്ട് വന്നു. പിന്നെ അത് കുടിക്കുക, ഉണ്ടാക്കി വിരലിട്ടിട്ട് വോമിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് ഒരു 72 മണിക്കൂർ കഴിഞ്ഞ് എന്നെ റെസ്ക്യൂ ചെയ്തു. ഈ ഒരു പോയിന്റിൽ എന്തായിരുന്നു കൂടുതൽ വേദന ഉണ്ടായിരുന്നത്? ഒരു ഫിസിക്കൽ പെയിൻ ആണോ, അതോ ആ സമയത്ത് നമ്മുടെ ഒരു ഡ്രീംസ് ഷാറ്റർ ആവുകയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഡ്രീംസിൻ്റെ ഒരു പെയിൻ ഇല്ലായിരുന്നു. ഫിസിക്കൽ പെയിനും അതൊരു ഡിസ്കംഫേർട്ട് പോലെയായിരുന്നു, സഹിക്കാൻ പറ്റാത്തൊന്നും ഇല്ലായിരുന്നു. റിക്കവറി ഹൗ മച്ച് ടൈം, ലൈക്ക് ഹൗ ഡിഡ് ദാറ്റ് ടൈറ്റാനിയം കെയിം ഇൻ ടു യു? അപ്പം ഞാൻ ഐലൻഡിലെത്തി, 3 ദിവസം ഐലൻഡിലുണ്ടായിരുന്നു. അവിടെയാണ് ഈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിളിച്ചെന്നെ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഫിറ്റാണ്, എഴുന്നേറ്റ് നടക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അടുത്ത മൻ കി ബാത്തിൽ ഒരു 5 മിനിറ്റ് ഇതിനെക്കുറിച്ച് സംസാരിച്ച്. 6-ാമത്തെ ദിവസം ഇന്ത്യയുടെ കപ്പൽ അവിടെ എത്തി. എന്നെ ഒരു ഹെലികോപ്റ്ററിൽ ട്രാൻസ്ഫർ ചെയ്ത് ഷിപ്പിലെത്തിച്ചു. 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വിശാഖപട്ടണത്തെത്തി. അവിടെ നിന്നാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി MRI സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴാണ് ഈ 4 ഫ്രാക്ചർ കാണുന്നത് നട്ടിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇനി എഴുന്നേക്കണ്ട, എന്നെ ഒരു സ്പെഷ്യൽ പ്ലെയിനിലിട്ടിട്ട് 17-ാമത്തെ ദിവസം, ആക്സിഡൻറ്റിൻ്റെ 17-ാമത്തെ ദിവസം ഡൽഹിക്ക് അയച്ചു. അവിടെ ഒരു CT സ്കാനും കൂടെ ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം ഓപ്പറേറ്റ് ചെയ്തു. ഒരു 2 ടൈറ്റാനിയം റോഡ് ഫിറ്റ് ചെയ്തു, 8 സ്ക്രൂ, പിന്നെ ഒരു 5 വേർട്ടിബ്ര ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ പീസാക്കി. ഇത് കഴിഞ്ഞ് ഞാൻ ആശുപത്രി 2 ആഴ്ച ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. വീട്ടിലെത്തുമ്പം ഞാൻ വീച്ചാറിൽ, വൈഫ് പ്രഗ്നൻ്റ്. അവിടുന്ന് ഫിസിയോതെറാപ്പി തുടങ്ങി. 2 മാസത്തിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിക്ക് തിരിച്ചു പോയി. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് എത്തിയ ഒരു മൊമെൻറ്റിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. ലൈക്ക് ആഫ്റ്റർ ദ ആക്സിഡൻറ്റ്, റെസ്ക്യൂ, റിക്കവറി, ടൈറ്റാനിയം റോഡ്സ്, തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? ലൈക്ക് വാട്ട് വാസ് ഫാമിലീസ് റിയാക്ഷൻ ടു all these happen things? Nothing. റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല, എന്നെ കാണിച്ചില്ല. അപ്പം ഞാൻ എനിക്ക് ഈ ക്രച്ചില്ലാതെ നടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അമ്മ എന്നെ എല്ലാ ദിവസവും ഫോൺ ചെയ്തായിരുന്നു. അന്നും ഫോൺ ചെയ്ത് ചോദിച്ചാൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഐ ഹോപ്പ് യു വിൽ സ്റ്റോപ്പ് ഓൾ ദിസ് നോൺസെൻസ്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്യാതിരിക്കുന്നത്. അമ്മ പറഞ്ഞ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ടഡ് ടു ഹിയർ ഫ്രം യു. പിന്നെ ഈ 2 മാസം എനിക്ക് സിക്ക് ലീവ് റിക്കവറി പീരീഡ് തന്നപ്പം ആ സമയത്ത് ഞാനൊരു ആമസോണിലൊരു സെയിൽ ബോട്ട് ഡിസൈൻ്റെ ബോട്ട് വാങ്ങിച്ചു. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് കണ്ട്, ആൻഡ് ഷീസ് ലൈക്ക് ഇതിനെ പിന്നെയും ചെയ്യാൻ പോകണമെന്ന്. ഞാൻ പറഞ്ഞ് എത്ര 5 കൊല്ലം മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടപ്പം ഞാനൊരു എൻജിനീയർ അല്ലെങ്കിൽ ഡോക്ടറെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കെട്ടുമായിരുന്നു. ഷീ സെഡ് നോ. I said, I have to go back to sea. Very cinematic. അപ്പം she said, see, you should go. I cannot stop you. But don't go like this. 2018 പോയപ്പോൾ എനിക്കൊരു സ്പോൺസർ ഇല്ലായിരുന്നു. ഒരു 4 കോടി എല്ലാം കടം പറഞ്ഞിട്ടാണ് പോയത്. എല്ലായിടത്തും എല്ലാവരുമായിട്ട് തല്ലുപിടിച്ചിട്ടാണ് പോയത്. അപ്പം ഷീ സെഡ്, ഫൈൻഡ് എ ഗുഡ് സ്പോൺസർ, ഫൈൻഡ് എ ഗുഡ് ബോട്ട്, ഗെറ്റ് എ ഗുഡ് ടീം ആൻഡ് യു ഗോ. There is no problem. അമ്മയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു അമ്മ ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെന്ന് തോന്നുന്നു ഈ ഒരു എൻറ്റയർ ജേർണിയിൽ. അത് ഞാൻ അതിനു മുമ്പ് അഭിലാഷിനെ കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അമ്മ സർഫസ് ചെയ്ത് വരുന്നുണ്ട്. അമ്മയുടെ ഇതുപോലെ തഗ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. യോണു
നേവിയിൽ ഏവിയേഷൻ കഴിഞ്ഞ സമയത്ത് ട്രെയിനിങ് കഴിഞ്ഞ് വെൻ യു ആർ ചൂസിങ് യുവർ സ്ട്രീം അമ്മ സെഡ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ? അപ്പം യു ഫിനിഷ് ബേസിക് ഫ്ലൈയിങ് എയർഫോഴ്സിലായിരുന്നു, ബംബ്രോലി, അലഹാബാദ്, സെയിം പ്ലെയിൻ മോഷ്ടിച്ചതാണ്. അവിടെ വൺസ് യു ഫിനിഷ് യുവർ ട്രെയിനിങ് നമുക്ക് അവർ 3 ചോയ്സ് തരും: ഫൈറ്റേഴ്സ്, ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ റെക്കോണസൻസ്. എനിക്ക് ഫൈറ്റർ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് നേവിയിൽ അധികം എയർക്രാഫ്റ്റ് ഇല്ല. നമ്മൾ ഫൈറ്റർ സ്ട്രീമിൽ കയറിയാൽ അധികം പറക്കാൻ കിട്ടത്തില്ല. ഹെലികോപ്റ്റർ എടുക്കാൻ എനിക്ക് അത്രയും താല്പര്യമില്ലായിരുന്നു. ഐ വാണ്ടഡ് ടു ഫ്ലൈ റെക്കോണസൻസ്. നമ്മൾ ചൂസ് ചെയ്തത് കിട്ടണമെന്നില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ യുവർ മെറിറ്റ്. എൻ്റെ ടോപ്പ് 2-ലായിരുന്നു മെറിറ്റ്. അപ്പോൾ എനിക്ക് ചൂസ് ചെയ്യുന്ന 100% കിട്ടിയേനെ. ഐ ചോസ് റെക്കോണസൻസ്. അപ്പോൾ അമ്മേനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ പ്ലെയിൻ എടുത്തിരിക്കുന്നത്. അമ്മ പറഞ്ഞു, വൈ? വാട്ട് യു മീൻ? ഈ സൈഡ് പോയി ഫൈറ്റർ ഉറപ്പിക്കണം. ഞാൻ പറഞ്ഞ് അതിന് MiG-21 ട്രെയിൻ ചെയ്യണമെന്ന്. ഷീ സെഡ് സോ വാട്ട്? ഐ സെഡ് അതിനെ ഫ്ലൈയിങ് കോഫിൻ എന്നാണ് വിളിക്കുന്നത്. ഷീ സെഡ് സോ വാട്ട്? ഈവൻ ഇഫ് യു ക്രാഷ് 7 സെക്കൻഡ് എടുക്കത്തുള്ളൂ. യു വിൽ നോട്ട് ഈവൻ കം ടു നോ യു ആർ ഡെഡ്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു കോഴ്സ്മേറ്റ്, ടീജോ എന്ന് പറഞ്ഞ കോഴ്സ്മേറ്റ് ഉണ്ട്, അവനെ ഫോൺ ചെയ്ത് വിളിച്ച് വീട്ടിലയച്ച് ഹീ കൺവിൻസ് മൈ മദർ. എന്നിട്ട് അമ്മ എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, എടാ എനിക്ക് ഹെലികോപ്റ്റർ ഇഷ്ടമല്ല. ഓക്കെ, താങ്ക് യു. ഈ ആക്സിഡൻറ്റും എല്ലാം കഴിഞ്ഞിട്ട്, റിക്കവറി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഗോൾഡൻ ഗ്ലോബ് ഒന്നും കൂടെ ചെയ്യാൻ നെക്സ്റ്റ് ഇതിൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്തേക്ക് ഈ ഫിയർ എന്ന് പറയുന്നത് ഡിസപ്പിയർ ചെയ്യണം. ഐ മീൻ ഫിയർ സ്റ്റോപ്പ് കൺട്രോളിങ് യുവർ ഡിസിഷൻസ്. അങ്ങനെയല്ല. സി വാട്ട് ഹാപ്പൻസ് ഇസ് ഫിയർ ഇസ് വെരി എസെൻഷ്യൽ. ദാറ്റ്സ് വാട്ട് ഐ സേ. അപ്പം നമുക്ക് ഫിയർ കൂടുതലാണെങ്കിൽ നമ്മൾ പാരലൈസ് ആയിപ്പോവും. ഫിയർ വളരെ കുറവാണെങ്കിൽ യു ബിക്കം വെരി സ്റ്റുപ്പിഡ്. യു നീഡ് ടു ഹാവ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഫിയർ. പക്ഷേ ഇറ്റ് ഷുഡ് ബി ദ റൈറ്റ് എമൗണ്ട്. അത് കൂടുതലാണെങ്കിൽ യു വിൽ നെവർ ഡു എനിത്തിങ് ഇൻ യുവർ ലൈഫ്. കുറവാണെങ്കിൽ, ലൈക്ക് ഐ സെഡ്, യു വിൽ ബി ഡൂയിങ് സം വെരി വെരി സിലി തിങ്സ് ആൻഡ് ഗെറ്റിംഗ് യുവർ സെൽഫ് കിൽഡ് ബിഫോർ ടൈം. Fear was always there, but idea is you understand what that emotion is and why is the mind producing it. It's all doing to protect yourself. Once you understand that, then you know how to play around with these emotions. അഭിലാഷ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സെയിലിന് പോയി നമ്മൾ സോളോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ദ എൻറ്റയർ യുവർ ബ്രെയിൻ ഓൾസോ ഗെറ്റ്സ് റീവയേർഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. I mean, there won't be any speed, any sense of speed, noise or time. No, there is a lot of noise. There is everything is there. But see, when you are on land, you are constantly being bombarded by external stimulation. അപ്പം ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ യു ഗോ ടു ഓഫീസ്, യു ഹാവ് ടു ഡു സംതിങ് ഫോർ സംബഡി. സോ ത്രൂ ഔട്ട് ദ ഡേ ഇറ്റ്സ് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. യു ആർ റെസ്പോണ്ടിങ്. പക്ഷേ നമ്മൾ കടലിൽ പോകുമ്പം ദ സ്റ്റിമുലേഷൻ ഇസ് വെരി ലെസ്. ആ കൊടുങ്കാറ്റിൻ്റെ ഒച്ച അതെല്ലാം ഉണ്ട്. ബട്ട് ഫോർ ഡേയ്സ് യു ബിൻ ലുക്കിംഗ് അറ്റ് ദ സെയിം സീ ആൻഡ് ദ സെയിം സ്കൈ. അതിൻ്റെ കളർ കുറച്ച് മാറുന്നേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ നിൽക്കുമ്പോഴേ, ദാറ്റ്സ് വെൻ യുവർ മൈൻഡ് സ്റ്റാർട്ട് സ്റ്റിമുലേറ്റിംഗ് ഇറ്റ് സെൽഫ്. ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ഹാപ്പനിങ് വെൻ യു ആർ ഓൺ ലാൻഡ്, വാട്ട് ഹാപ്പൻസ് വെൻ യു ആർ ഇൻ സൊസൈറ്റി. ആൻഡ് വൺസ് യു സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്, സ്ലോലി ദ റിവയറിംഗ് ഓൾസോ സ്റ്റാർട്ട്സ്. ആ ഒരു എൻറ്റയർ സ്ട്രെച്ചിൽ, ലൈക്ക് നമ്മുടെ സോളോ സർക്കം നാവിഗേഷൻ, അത് കഴിഞ്ഞ് ഗോൾഡൻ ഗ്ലോബ് മൾട്ടിപ്പിൾ ടൈംസ്, what was the biggest lesson that you learned? Like you would have learned a multitude of lessons. If you would like to share something to the viewers, എന്തായിരിക്കും ഒരു? The earth is round. Okay, so flat earthers move aside. Okay, നേരത്തെ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഐ മീൻ നമ്മുടെ കഴിഞ്ഞ ആൻസറിൻ്റെ. So I have a socio-political question. Like you are coming from a military background. If you look at the recent times, മിക്കവാറും എല്ലാ ജോഗ്രഫീസിനെയും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്ട്രീം നാഷണലിസം അല്ലെങ്കിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ആസ് യു സെഡ്, യു ഹാവ് സീൻ ജോഗ്രഫീസ് ബിയോണ്ട് ബോർഡേഴ്സ്, ലൈക്ക് ഒൺലി വാട്ടർ കണക്റ്റിംഗ് ഓൾ ദീസ് കോണ്ടിനെൻറ്റ്സ്. ശരിക്കും ടെക്നോളജി അഡ്വാൻസ്ഡായി, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മാൻകൈൻഡ് കുറച്ചുകൂടിയൊക്കെ വിശാലമാവേണ്ട ഒരു സമയമാണ്. പക്ഷേ ഓൺ ദ കോൺട്രറി അത് വളരെ നാരോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് എ military person, as someone who has seen the world without boundaries, what's your take on this? See, what I believe is that we are forgetting the relationship between a human and a society. Once we start forgetting this relationship, that is when all these problems start. My personal belief is that it is every human's quest to find that supreme truth, or whatever it is we call,
That is the only quest that a person should be involved in. The society's job is to help him. Okay, so we live in a society so that labor is divided. There is economy of scale so that everybody does not have to put all his time into producing everything that he needs. So that he has some free time so that he can engage in this quest. Well, this particular relationship between society and human is getting distorted. And I think that is the biggest challenge we are facing. We don't know why we are here. Namada quest is now for more resources, for securing supply chains, etc., etc. And I think we will end up doing all the wrong things. Okay. So, in your life, ഭൂരിപക്ഷം ആളുകൾക്കും ബെയർലി ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളാണ് അഭിലാഷ്. അറ്റ് ദിസ് വെരി മൊമെൻറ്റ് എന്താണ് അഭിലാഷിൻ്റെ മൈൻഡ് ക്രേവ് ചെയ്യുന്നത്? കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ആണോ, ഒരു സൈലൻസ് ആണോ, എന്താണ്? It's more silence. See, I don't see them as achievements. എന്നോട് ചോദിക്കുകയാണെങ്കിൽ I see them as something I was very passionate about. And ആ പാഷൻ്റെ പുറകെ പോയി I was willing to lose everything. How the society sees it, whether they call me a failure or they honor me with awards, that is society's problem. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവ് I just did something that I really love doing. I think we need to make that distinction. ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ലോകം ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നപ്പം കുറേ പേർക്ക് സെയിലിംഗ് ചെയ്യണമെന്നും പറഞ്ഞ് തുടങ്ങി. പിന്നെ അവരോട് ചോദിക്കുമ്പോഴാണ് യുനോ ദേ ഫീൽ എനാമേർഡ് ബൈ ദി ഇൻ്റർവ്യൂസ് ആയിരിക്കും. അപ്പോൾ അവർക്കും ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കും ഇങ്ങനത്തെ മെഡൽ വേണം, അവർക്കും ഇങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ്, യുനോ ദേ വോണ്ട് ദാറ്റ് സോർട്ട് ഓഫ് അപ്ലോസ്. ഐ തിങ്ക് ദീസ് ആർ ദ റോങ് റീസൺസ് ഫോർ ഡൂയിങ് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. എൻ്റെ തുടക്കം തന്നെ was because I just fell in love with the shape of a boat. And if you ask me, I'm still in love with the shape of a boat. എനിക്കൊരു ചെറിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ ഇപ്പോഴും കടലിലേക്ക് ഓടും. ഇപ്പോൾ ഒരു ഫെബ്രുവരിയിൽ അബുദാബിയിൽ ഓപ്പൺ മാസ്റ്റേഴ്സ് ഗെയിംസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടി ഒരു ബോട്ട് എടുത്ത് അവിടെ റേസ് ചെയ്തു. ഐ ഫിനിഷ് തേർഡ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി, ബട്ട് ഐ വോണ്ട് ലീവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു സീ. ഓക്കെ, നമ്മുടെ ഈ കോൺവെർസേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അവരുടെ ലൈഫിൻ്റെ ക്രോസ് റോഡ്സിലായിരിക്കും. ഇപ്പം വിദ്യാർത്ഥികളാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദെയർ നെക്സ്റ്റ് ചോയ്സ് എന്നുള്ളത്. അല്ലാതെ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ലൈഫിലുള്ളവർ ഒരു ക്രോസ് റോഡ്സിൽ എന്ത് ഡിസൈഡ് ചെയ്യണം എന്നുള്ളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അഭിലാഷിനെ പോലെ ഒരാൾ ലൈഫിൽ ത്രൂ ഔട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻസ് അല്ലെങ്കിൽ അൺകൺവെൻഷണൽ ഡിസിഷൻസ് എടുത്തിട്ടുള്ള ഒരാളാണ്. സോ വാട്ട് വുഡ് ബി യുവർ ഫ്രണ്ട്ലി അഡ്വൈസ് to all those people who are kind of scared to take decisions? In the end, nothing matters. See, നമ്മളൊരു ബോട്ട് സെയിൽ ചെയ്യുമ്പം there are multiple decisions you have to take. Before you take that decision, there are multiple options available. And the moment you decide, one of them becomes a solid choice and you're committed now. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ബോട്ട് നിർത്തിയിട്ട് ഐ വിൽ വെയിറ്റ് ഒരു 5 ദിവസം കഴിഞ്ഞ് when everything is favorable എന്ന് പറഞ്ഞു, you can't wait like that. So life is also like that. If you're let's say a student, you cannot not decide. Something is better than not deciding. Even if you don't know what you want to do later in life, you still have to decide. You still have to take that first step. പിന്നെ the good thing about life is very long. So you make a mistake now, you can correct it later. And I've seen a lot of people, they found themselves in the wrong job, wrong place, wrong country. They were able to change everything over a period of time. But it is important that you make that decision and take that first step, whatever it is, right or wrong. Okay, before concluding, a candid question. Like a couple of years back, your wife, Urmi Mala, she gifted you a star. Oh yeah. And it was a star. It was a birthday gift. And I don't know how she did that, but she has named the star after me. Okay. And it's in the constellation of Aquarius, which is my sun sign. Great. So, one final question, like years from now, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഈ റെക്കോർഡ്സും റെക്കഗ്നീഷൻസും കാര്യങ്ങളൊക്കെ, ഐ മീൻ, ലെറ്റ്സ് കീപ്പ് ഓൾ ദീസ് തിങ്സ് അപ്പാർട്ട്. ഫ്യൂച്ചർ ജനറേഷൻ അഭിലാഷ് ടോമിയെ എങ്ങനെ റീഡ് ചെയ്യണം? That's their problem. See, one distinction you have to make between the sport or whatever I did and what anybody else does
is that sailing is not a stadium sport. അപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയോ അല്ലെങ്കിൽ ഒരു മൂവിയിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ഓർ എനിത്തിങ് യു ഡു ഇൻ സൊസൈറ്റി, ഈവൻ ഇഫ് യു ഡു സംതിങ് ഫെൻറ്റാസ്റ്റിക് ഇൻ യുവർ കമ്പനി, ഓൾവേസ് പീപ്പിൾ ടു ചിയർ യു ഓർ പീപ്പിൾ ടു ടെൽ യു റോങ് റൈറ്റ് വാട്ട് എവർ. എൻ്റെ ഇറ്റ്സ് നോട്ട് എ സ്റ്റേഡിയം സ്പോർട്ട്. സോ ഐ ഡോണ്ട് ഡിറൈവ് മൈ എനർജി ഫ്രം ദ പീപ്പിൾ അറൗണ്ട് മീ. ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി ഒപ്പീനിയൻസ് ഓൾസോ. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് മച്ച് ടൈം. വളരെ ഇൻസൈറ്റ്ഫുള്ളും ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് അഡ്വഞ്ചേഴ്സ്, നെക്സ്റ്റ് ട്രാവൽ, എവറിത്തിങ്. Thank you so much.